കയറ്റാൻ പാടില്ല. അത് ശബരിമല പോയി പിന്നെ അതോടുകൂടി ആ അമ്പലത്തിൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകും. എൻ്റെ മരണം വരെ ഞാൻ നിൽക്കും. അത് എല്ലാ അമ്പലം പോലെ അല്ലല്ലോ, ഒരു വ്യത്യസ്തമായ അമ്പലമല്ലേ. പ്രവേശിപ്പിക്കണം. എന്താ പാണം പെണ്ണായാലും എന്താ പ്രത്യേകത? യുവതികളെ പ്രവേശിക്കാൻ പാടില്ല. നിലപാടില്ലല്ലോ, ഉറപ്പല്ലേ, നിലപാടില്ലല്ലോ. അത് സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതീതമായിട്ട് നമുക്കൊന്നുമില്ല, വിശ്വാസമാണ്. അതെ, ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പം അവിടെ തന്നെ പോയി കാണണമെന്നില്ലല്ലോ. വിധി വന്നു കഴിഞ്ഞാൽ ശബരിമല പോകും. ഞാൻ പോവും. പ്രായമില്ല, കയറണമെന്ന് കയറാൻ പാടില്ല. കയറാനായിട്ട് നിൽക്കട്ടെ, ഒരു പോട്ടെ, പോയിട്ട് വരട്ടെ. അതിനുള്ള ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ശബരിമല സംഗതികളൊക്കെ അറിയാല. നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. മാർച്ച് 14-ന് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് കോടതിയെ അറിയിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായിരിക്കും നിലപാട് എന്ന് നമുക്ക് അന്ന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ? എന്താണ് എറണാകുളത്ത് നിന്നുള്ള പ്രതികരണം? കയറ്റാൻ പാടില്ല, കയറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശബരിമല പോയി പിന്നെ അതോടുകൂടി കയറ്റിപ്പോയ യുവതികൾ കയറ്റിയാൽ രണ്ടല്ല, പിന്നെ അതിൻ്റെ പാകതയും പക്വതയും ആ അമ്പലത്തിൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകും. ഈ സർക്കാർ ഇതിനെ ഈ യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ നിങ്ങൾ നിൽക്കുമോ ഈ വിശ്വാസികൾ? എനിക്ക് സുഖമില്ല, പക്ഷേ എൻ്റെ മരണം വരെ ഞാൻ നിൽക്കും. ഞാൻ അതിന് പൂർണ്ണമായിട്ട് എതിർക്കും. എനിക്ക് ആ അഭിപ്രായമില്ല, കയറണമെന്ന് കയറാൻ പാടില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് 76 വയസ്സായി. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ചരിത്രം കണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് ഇവർ എനിക്ക് അഭിപ്രായമില്ല. സർക്കാർ ഇപ്പോൾ വെട്ടിലായ അവസ്ഥയിലാണെന്ന് തോന്നുന്നല്ലേ? അത് എനിക്ക് ഞാൻ പറയുന്നില്ല, സർക്കാരിനൊന്നും ഞാൻ പറയാനില്ല. വിശ്വാസമായിട്ട് നിൽക്കട്ടെ. അതെ, വിശ്വാസമായിട്ട് തന്നെ ഇരിക്കണം. മറ്റുള്ള വിശ്വാസത്തിലോട്ട് പോകുന്ന നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത്. സ്ത്രീകൾ യൗവനത്തിലുള്ള സ്ത്രീകളൊന്നും പോകാൻ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളൊരു ചെയ്യുന്ന പാടില്ല, മനസ്സിലേ വിചാരിക്കരുത്. ഏത് സ്ത്രീയാണ് പിന്നെ ഈ കയറാൻ നിൽക്കുന്നത്? ഏത് സ്ത്രീകളാണ് ഈ കയറാൻ നിൽക്കുന്നത്? വയസ്സിന് 50 വയസ്സ് കഴിഞ്ഞിട്ട് പോകാം, 10 വയസ്സ് വരെ പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറേ പേര് കയറാനായിട്ട് കയറാനായിട്ട് നിൽക്കട്ടെ, ഒരു പോട്ടെ, പോയിട്ട് വരട്ടെ. അപ്പം അതിനുള്ള ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ശബരിമല സംഗതികളൊക്കെ അറിയാല. അതെ, ഫലം അതിന് കിട്ടും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ. കട്ടെടുത്തവനൊക്കെ ഇപ്പോൾ അനുഭവിക്കുക. അത് ഞാൻ പറയില്ല. ദൈവം പിടിക്കല്ലേ എൻ്റെ മുന്നേ, എൻ്റെ ഹസ്ബൻഡ് അത് കുഴപ്പമില്ല, നമ്മൾ പ്രതികരിക്കണമല്ലോ. അത് ശരിയാവും. കണ്ടോട് സംഗതി പറ്റാത്ത സ്ഥലത്ത് കണ്ട പ്രതികരിക്കുക തന്നെ ചെയ്യും, എന്ത് കാര്യം കണ്ടാലും. ഇവിടെ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് നമുക്കൊന്നുമില്ല, വിശ്വാസമാണ്. വിശ്വാസം കാലാകാലങ്ങളായിട്ട് ജനങ്ങൾ വിശ്വസിച്ച് വരുന്ന ശബരിമലയിൽ പന്ത് തട്ടണ പോലെ ഇട്ട് രാഷ്ട്രീയക്കാർ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പറയട്ടെ മറുപടി, നമുക്കൊരു മറുപടിയില്ല. കാലാകാലങ്ങളായിട്ട് ജനവിശ്വാസമല്ലേ ശബരിമല, ജനത്തിൻ്റെ വിശ്വാസമാണ്. അവിടെ യുവതികൾക്ക് പ്രവേശനമില്ലെന്ന്, പ്രായപൂർത്തിയായ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് കാലാകാലം തൊട്ട് എല്ലാവർക്കും അറിയാവുന്നതും. ഇപ്പം രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കാൻ വേണ്ടി ഇതിനെയൊക്കെ എടുത്തിട്ട് പന്ത് ബോളാക്കിയിട്ട് അങ്ങാടും ഇങ്ങാടും അപ്പുറത്തോട്ട് ഇട്ടടുത്തോട്ടൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മറുപടി അവർ തന്നെ പറയട്ടെ. ഗവൺമെൻറ് ഒരു സമയത്ത് ഈ പറഞ്ഞാൽ യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞു. ആ ഗവൺമെൻറ് ഇപ്പോൾ മറ്റേ അയ്യപ്പ സംഗമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഈ പറഞ്ഞത്. അവർക്ക് തോന്നുമ്പോൾ ഈ മാറ്റാനും മറിക്കാനും അവർക്കേ കഴിയുള്ളൂ. രാഷ്ട്രീയക്കാർ തന്നെ തീരുമാനിക്കണം ഇത് എന്ത് വേണം എന്നുള്ളത്. മനസ്സിലായോ? ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിൽ ഒരു ഇതും ഇല്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ അമ്പലത്തിനെയും പള്ളിനെയും മുസ്ലിം പള്ളിനെയും വർഗീയതയാക്കി തല്ലുപിടിപ്പിച്ച് വെട്ടും കുത്തും ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് ഈ ചോരയെ കുടിച്ച് നിലനിൽക്കണം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. ഇതാണ് സംഭവം. സർക്കാർ അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് കുഴഞ്ഞിരിക്കണല്ലേ, അവര് കുഴഞ്ഞിരിക്കുകയാണ്, ചക്ക കുഴയും പോലെ കുഴഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയണ്ടേന്നാ ഇത് സുപ്രീം കോടതിക്ക് അവർക്ക് ഒരു മറുപടി കൊടുക്കാനില്ല. ഒരു സമയത്ത് യുവതികളെ കയറ്റാനും അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തതും അവർ തന്നെ. അവർക്ക് ഇപ്പം അത് വേണ്ടാന്നുള്ള സംവിധാനം, കാരണം അടുത്ത ഇലക്ഷനാണ് വരുന്നത്.
ആ ഇലക്ഷൻ മുതലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയാലേ മുതലെടുക്കാൻ പറ്റുള്ളൂ. അതിന് എന്താണ് പറയേണ്ടതെന്ന് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അവർക്ക് നിശ്ചയമില്ല. ഭ്രാന്ത് പിടിച്ച് കിടക്കണേണ് ഇപ്പം എന്ത് പറയണമെന്നുള്ളത്. അതാണ് സത്യാവസ്ഥ. ഇലക്ഷന് തിരിച്ചടി ഉണ്ടാവും. ഇലക്ഷന് തിരിച്ചടി, ഇലക്ഷന് അല്ലാതെ തന്നെ ഈ പറഞ്ഞ ഇത് മറ്റേ ഇതൊന്നുമല്ലല്ല. ഈ നമ്മുടെ തുടർഭരണം പോയതൊക്കെ നമുക്കറിയാവുന്നതാണ്. ബംഗാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്തെ കാര്യങ്ങളാണ്. തുടർഭരണം ആർക്കും വേണ്ടാന്നുള്ളത് എല്ലാവർക്കും സഖാക്കൾ പോലും തുടർഭരണം വേണ്ടാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് തിരിച്ചടി കിട്ടുമെന്നുള്ള ഉറപ്പ്. പക്ഷേ എന്നാലും നിലനിന്ന് പോകണം. അതിൻ്റെയൊക്കെ ഒരു സംവിധാനമാണ് ഇതിനകത്ത്. അപ്പം എന്താണ് പറയേണ്ടതെന്ന് ഒരു ഇതും കിട്ടാതെ ഇരിക്കുകയാണ് സർക്കാർ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു സാധനമാണുള്ളത്. ഇതേവരെ അങ്ങനെ കയറിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. വിശ്വാസമായിട്ട് തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായം പ്രവേശിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലഘട്ടങ്ങളൊക്കെ മാറിയില്ലേ. പഴയൊരു കാലഘട്ടത്തിലല്ലല്ലോ ഇപ്പം മനുഷ്യൻ്റെ ഒരു ജനറേഷനായില്ലേ. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പം ഒരു സ്ത്രീ പ്രസവിക്കുന്നത് മക്കളെ തന്നെയല്ലേ. അപ്പോൾ അവർക്ക് കയറാനുള്ള ആ ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ ഉണ്ടാവില്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകണം. പോകാൻ താല്പര്യമുള്ളവർ പോകട്ടെ. വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവർ വിശ്വാസത്തിൽ നിൽക്കട്ടെ. രണ്ടും രണ്ട് തരത്തിലുള്ള വിശ്വാസമാണല്ലോ. ഒരു സമയത്ത് അമ്പലങ്ങളിൽ താഴ്ന്ന ജാതിക്കാരെ കയറ്റത്തില്ലായിരുന്നു. അതെ, ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം സാധാരണ നായന്മാർ ബ്രാഹ്മൺസ് മാത്രമല്ല അമ്പലങ്ങളിൽ, കീഴ്ജാതിക്കാർ കയറിയില്ലായിരുന്നല്ലോ ഒരു അമ്പലത്തിൽ. ഇപ്പം എല്ലാ അമ്പലങ്ങളിലും എല്ലാവർക്കും പ്രവേശനമുണ്ട്. അതായത് ക്രിസ്ത്യൻസ് അടക്കം എല്ലാവരും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ പള്ളികളിലും എല്ലാവരും വരുന്നുണ്ട്. മാറ്റം ആവശ്യമുണ്ട്. ഇപ്പം ന്യൂ ജനറേഷൻ ആകുമ്പം തന്നെ അവനവൻ്റെ ജാതിയിൽ പെട്ടുന്നവരല്ലല്ലോ ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത്. എല്ലാവരും സെപ്പറേറ്റ് എല്ലാവരും അവരവർക്ക് ഇഷ്ടമാകുന്ന എല്ലാവരെയും നടക്കുന്നു, അവർ ജീവിക്കുന്നു. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും അതിന് സപ്പോർട്ടിങ് ആണല്ലോ. അതെന്നുവെച്ചാൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജാതിമത പക്ഷങ്ങൾ നമുക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇതാണ് എല്ലാവരും കാണിക്കുന്നത്. ഞാൻ പോവില്ല. അല്ല, അവിടെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. വലിയ നടപടി ഉണ്ടാകൂലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, ഞാൻ ക്രിസ്ത്യനാണ്. എനിക്ക് ഇതിനെപ്പറ്റി എന്നാലും ശബരിമലയെ പറ്റിയിട്ട് അറിയത്തില്ല. ഇതിൽ കയറ്റാം, കുഴപ്പമില്ല. പ്രായം ഇത്ര വയസ്സെന്നുള്ളതുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക്. ഇപ്പോഴത്തെ ഈ കേസ് യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. അതെ, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കയറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രായം കഴിയേണ്ട കാര്യമൊന്നുമില്ല. അതെ. സുപ്രീം കോടതി ഇപ്പോൾ അതിൻ്റെ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് ഇനി മാർച്ച് 14 അറിയാൻ കഴിയും. അപ്പോൾ യുവതികൾ കയറണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. അതെ. അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ചേച്ചി ശബരിമല പോകും? എനിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് ഞാൻ. എനിക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ മുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പം 53 വയസ്സുണ്ട്. അപ്പം എപ്പോഴാണെങ്കിലും ഒന്ന് പോകണം ആഗ്രഹമുണ്ട് എനിക്ക്. 55 മുന്നേ നമ്മൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതെ. വേണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വിശ്വാസം അങ്ങനെ നിൽക്കേണ്ടതാണോ? അത് പണ്ടോട്ട് എല്ലാവരുടെ വിശ്വാസം അങ്ങനെയാണല്ലോ. അത് മാറ്റണമെന്ന് തോന്നണില്ല. കുറേ പേര് ഇങ്ങനെ എത്തിയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ എന്തായാലും കയറണമെന്നും പറഞ്ഞ് നിൽക്കുക, കുറേ യുവതികളൊക്കെ. അവരോട് എന്താ പറയാനുള്ളത്? അത് ഓരോരുത്തർ താല്പര്യമില്ല. കയറണ്ടെന്ന് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് കയറാണ്ടിരിക്കണം. സുപ്രീം കോടതി മാർച്ച് 14 സർക്കാരിൻ്റെ നിലപാട് ചോദിച്ചിരിക്കുകയാണ്. അനുകൂല നിലപാടാണ് സർക്കാർ പറയുന്നതെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതി അംഗീകരിക്കും. അങ്ങനെ സുപ്രീം കോടതി അവിടേക്ക് യുവതികൾക്ക് പ്രവേശനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങൾ അങ്ങോട്ടേക്ക് പോകുമോ? അത് അവരവരുടെ താല്പര്യമില്ല, പോകണോ വേണ്ടേന്ന്. ഇപ്പം എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വാസമുണ്ട്. അത് ഞാൻ ചിലപ്പോൾ പോകാതിരിക്കും. എൻ്റേതായ സ്വന്തം തീരുമാനം. അപ്പോൾ അവരവരുടെ താല്പര്യം അനുസരിച്ച് പോകാണ്ടിരിക്കും. വിശ്വാസമായിട്ട് ഇരിക്കട്ടെ. വിശ്വാസത്തിനനുസരിച്ച് വിശ്വാസമുള്ളവർ പോവും, അല്ലാത്തവർ പോകരുത്. ശബരിമലയിൽ യുവതികളെ കയറ്റണോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായിട്ട് പോയിട്ടുള്ള എനിക്ക് കാലും പാടില്ല. വേണ്ട. എന്താ അങ്ങനെ ചേച്ചി അങ്ങനെ പറയാൻ കാരണം? അത് വർഷങ്ങളായിട്ടുള്ള ആചാരമല്ലേ. അങ്ങോട്ട് പൊക്കോട്ടെ. ആ രീതിക്ക് അത് എല്ലാ അമ്പലം പോലെ അല്ലല്ലോ, ഒരു വ്യത്യസ്തമായ അമ്പലമല്ലേ. അപ്പം അതിനതിൻ്റേതായ ഒരു മഹത്വം കൊടുക്കണ്ടേ. സർക്കാർ ഇതിനെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുമോ? പ്രതിഷേധത്തിനൊന്നും പോവില്ല. നമ്മൾ അതിനോട് സപ്പോർട്ടില്ല. കാരണം ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്.
വിശ്വാസികൾക്ക് അത് വലിയ മുറിവാണ്. കയറാൻ നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അവരോട് ഇപ്പോൾ പുതിയ തലമുറയോട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് അംഗീകരിക്കില്ല. അവരുടെ വഴി വേറൊരു റൂട്ടിൽ അവർ ചിന്തിക്കുന്നതൊക്കെ വേറെയല്ലേ. സമത്വം വേണം, അല്ലെങ്കിൽ കയറിയാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ. അവരോട് പ്രത്യേകിച്ച് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. യോജിച്ച് പോയാൽ നല്ലത്. പ്രവേശിപ്പിക്കണം. അതിനെന്താ പ്രശ്നം? എന്താ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം. നിലവിലെ ആചാരങ്ങൾ മാറ്റണമെന്നാണോ? ആചാരങ്ങൾ അങ്ങനെ നടക്കട്ടെ. എന്തായാലും പ്രവേശിപ്പിക്കണം. യുവതിക്കൊക്കെ എന്താ പ്രത്യേകത? എന്താ ആണും പെണ്ണായാലും എന്താ പ്രത്യേകത? മനുഷ്യരല്ലേ. പ്രവേശിപ്പിക്കണമെന്ന് തന്നെയാണ് ചേച്ചിയുടെ എന്താ? അത് തന്നെ പ്രവേശിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നിലവിലെ പോലെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവിടെ പ്രവേശനമുള്ളത്. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ പോകാമല്ലോ. അപ്പോൾ അതിനിടയിലുള്ളൊരു കയറുന്നു. 50 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ പോകാം. പിന്നെ എന്താ 50 വയസ്സ് കഴിഞ്ഞാൽ പോണേനെന്താ? നമുക്ക് പ്രവേശിപ്പിക്കണമെന്ന് തന്നെയാണ്. നമ്മൾ പിന്നെ ശബരിമല പിന്നെ ചേട്ടൻ എന്താണ് ആഗ്രഹം? ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം? യുവതികളെ പ്രവേശിക്കാൻ പാടില്ല. അവരാ നിയമം അനുസരിച്ചുള്ള യുവതികളെ പ്രവേശിപ്പിക്കാം. 10 വയസ്സും 50 വയസ്സ് കഴിഞ്ഞവർ, അല്ലാതെ കയറാൻ പാടില്ല. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശബരിമല എന്നല്ല പറഞ്ഞേക്കണം. അവർക്ക് പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രായത്തിലേ പോകാൻ പാടുള്ളൂ. പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതി പറയണത് നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെൻറ്റും സുപ്രീം കോടതിയും പറഞ്ഞ മാതിരിയല്ല ജനങ്ങൾ തീരുമാനിക്കണത്. സുപ്രീം കോടതി വിധി എല്ലാവരും മാനിക്കണം. ഗവൺമെൻറ് പറഞ്ഞാൽ അവരുടെ ഭരണ നിലനിൽപ്പിന് വേണ്ടി പറയണമായിരിക്കും. അതടിക്കുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടോ എന്നുള്ളതിൻ്റെ കേസിനി തുടരാൻ പോവുകയാണ്. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? കേസ് തുടരണം. പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങൾ കയറ്റാൻ പാടില്ല. അതിനെക്കുറിച്ച് പ്രായപൂർത്തി 60 വയസ്സ് കഴിഞ്ഞ് മേലോട്ട് കയറാറില്ല. അതിന് കീഴിലുള്ളവർ പോകാൻ പാടില്ല. ആദ്യം സർക്കാരിൻ്റെ നിലപാട് യുവതികളെ കയറ്റി വന്നായിരുന്നു. ഇപ്പം നിലപാട് മാറുമോ? ഇത് പറയാൻ പറ്റില്ല. സർക്കാരിൻ്റെ കാര്യമല്ലേ. പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്താണ്? പൊതുവേ സർക്കാരിൻ്റെ അഭിപ്രായം പൊട്ടിപ്പോവും. യുവതികൾ കയറ്റാൻ പറ്റൂല. ശക്തമായ എതിർപ്പുണ്ടാവും. ഉണ്ടാവും. ഇലക്ഷനെ അത് ബാധിക്കുമല്ലേ? അത് പറയാൻ പറ്റൂല. യുവതികളെ കയറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറക്കുമോ ജനങ്ങൾ? അതും പറയാൻ പറ്റൂല. പ്രവേശിപ്പിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സ്ത്രീകൾക്കും നമ്മളെപ്പോലെ തന്നെയല്ല. എൻ്റെ അഭിപ്രായം സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് തന്നെ. സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ യുവതികളെല്ലാവരും പോകണമെന്നാണോ? അതെ, അത് ശരിയല്ല. ആ അഭിപ്രായം ശരിയല്ലല്ലോ. മനുഷ്യർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ആണും പെണ്ണും ഒരേപോലെ തന്നെ ആകണം. അവർക്കും സ്വാതന്ത്ര്യം, നമുക്കും സ്വാതന്ത്ര്യം. അന്ന പോലെ ശബരിമലയിലും കയറാനും എല്ലാ ക്ഷേത്രങ്ങളിലും കയറാനുള്ള പ്രവേശനം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രായത്തിൻ്റെ വ്യത്യാസമുള്ളത് അത് മാറണം. ഈ സർക്കാർ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ടോ? സർക്കാർ നിലപാട് ഇലക്ഷൻ വരുന്നതുകൊണ്ട് മാറ്റാൻ സാധ്യതയുണ്ട്. അത് മാറും ചിലപ്പോൾ. സർക്കാരിൻ്റെ നിലനിൽപ്പും പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ സർക്കാരെന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞല്ല നാളെ പറയണത്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. നിലപാടില്ലല്ലോ. ഉറപ്പല്ലേ? നിലപാടില്ലല്ലോ. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതേ രീതിയിലുള്ള പോക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ചെറിയ പിള്ളേർ കൊച്ചിനോട് വെച്ചാൽ പറഞ്ഞു തരും. പിന്നെ അതിനെക്കുറിച്ച് വർത്താനം ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ. ഇപ്പോൾ യുവതികളെ കയറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പകുതി മുക്കാൽ ഭാഗവും യുവതികളെ കയറ്റണമെന്നുള്ള അഭിപ്രായക്കാരാണ് എല്ലാവരും. കയറ്റണം നല്ല അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് യുവതികളെന്ന് പറഞ്ഞല്ല, നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ യുവതികളെ ആചാരം ലംഘിക്കേണ്ട കാര്യമില്ല. ഈ അങ്ങനെ കയറണമെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവനോട് പറയാൻ കയറാൻ പാടില്ലെന്നുള്ളതാണ്. സർക്കാർ യുവതികളെ കയറ്റുമെന്ന് പറഞ്ഞ അമ്മ അതിനെതിരെ പ്രതിഷേധിക്കും. വേണ്ട, പഴയതുപോലെ തന്നെ അങ്ങനെ പോകുന്നതാണ് നല്ലത്. അല്ലെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇടിച്ച് തള്ളി കയറും. അതിൽ നല്ലത് ഇപ്പം പോണത് പോലെ തന്നെ അങ്ങോട്ട് പോവുക നല്ലത്. അതൊക്കെയാണ് പോകാൻ ഇത്ര തിടുക്കം. അതെ, ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം അവിടെ തന്നെ പോയി കാണണമെന്നില്ലല്ലോ. ഇപ്പം അല്ലാതെ ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഭഗവാൻ ഇരിപ്പില്ലേ, അവിടെ പോയി കണ്ടാൽ എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നില്ല. പ്രായം വന്നിട്ട് പോയാൽ മതി. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നും വിളിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ലല്ലോ, എന്തെങ്കിലും പോണ സമയത്ത് പോകും. അതിൻ്റേതായ പൗത്രയോടുകൂടി പോകും. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ അമ്പലങ്ങളിൽ പോണ പോലെ അങ്ങനെ പോകാൻ പറ്റിയ ആളല്ലല്ലോ. ആ ആളുടെ ശക്തി ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ കാണുന്നതൊക്കെ
ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ബഹുമാനമുള്ള ആളെ ഇങ്ങനെയൊക്കെ കേസും കോടതിയും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഉള്ള വിശ്വാസം പോവുകയാണ് ചെയ്യണത്. ആദ്യം സർക്കാർ പറഞ്ഞത് യുവതികളെ കയറ്റുമെന്നാണ്, പിന്നെ ഒരു അളവ് വരുത്തി ഇഷ്ടമുള്ളവർ പോയാൽ മതിയെന്ന്. ഇനിയിപ്പോൾ നിലപാട് എന്തായിരിക്കും പറയുക? കാണുമല്ലോ, നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ കാണണം എന്നുള്ള ഒരിത്. അപ്പം എന്തായാലും കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ശബരിമല പോകും? ഞാൻ പോവും. ഒരുപാട് എതിർപ്പുകളൊക്കെ വന്നാലോ? അതങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം അങ്ങനെ വന്നെയാണെങ്കിൽ തന്നെ കേൾക്കാനാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണെങ്കിൽ ശബരിമല പോകും. ഞാൻ പോവും. എന്തായാലും എറണാകുളത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് ഭൂരിഭാഗം ആളുകളും പ്രതികരിക്കുന്നത്. അത് യുവതികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ പറയുന്നത്. എങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ട് പ്രവേശിപ്പിക്കണം, കാലം മാറി, കാലം മാറുന്നതനുസരിച്ച് പല വിശ്വാസങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. നേരത്തെ ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനമില്ലായിരുന്നു, അവർക്കൊക്കെ ഇപ്പോൾ പ്രവേശനമുണ്ടല്ലോ. അതുപോലെ തന്നെ ശബരിമലയിലും അങ്ങനെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അങ്ങനെ പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നവരെയും നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭൂരിഭാഗം പറയുന്നത് യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. കൊച്ചിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.